ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ? കുറച്ച് നെയ്യ് ഉണ്ടാക്കണം. 2-3 പേര് നെയ്യ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഉണ്ടാക്കണം. അതിൻ്റെ പരിപാടികളിലേക്ക് പോവുകയാണ്. അതിന് കുപ്പി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ കുപ്പിയെല്ലാം കഴുകി വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് നെയ്യ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. നമ്മൾ നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മേടിച്ച പാത്രമാണ്. ഇത് വേറെ ഒരു സാധനം ഉണ്ടാക്കാറില്ല ഇതിനകത്ത്. ഇത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ വെണ്ണ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാട വെട്ടി പശുവിൻ്റെ പാല് കാച്ചി പാട വെട്ടി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ വെണ്ണ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചതാണ്. അതിനി നമ്മൾ ഉരുക്കിയെടുക്കാൻ പോയി. ഇത് ഉരുക്കുമ്പോഴാണ് ഇനി നെയ്യായിട്ട് കിട്ടുന്നത്. നമ്മൾ ഇനി വെണ്ണ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയേക്കുവാണ് നമ്മുടെ വെണ്ണ നെയ്യ് മുഴുവനായിട്ട് കേട്ടോ. അതുണ്ടോ? ഇനി നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഉരുകി നന്നായിട്ട് ഈ ചട്ടിക്കകത്തേക്ക് ലയിച്ച് വന്നോളും. അപ്പം നമ്മുടെ നെയ്യ് നല്ല രീതിക്ക് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ ഇതുപോലെ തന്നെ വെള്ളം പോലെ ഉരുകി വരണം. ഇത് കുറേ നേരത്തെ സമയത്തെ ഒരു പരിപാടിയാണ് ഈ നെയ്യ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എനിക്കിപ്പം നെയ്യ് ഉണ്ടാക്കി വെക്കുന്ന എന്നേരം ചിലവായി പോവാം കേട്ടോ. ഇപ്പം ആരെങ്കിലും എന്നോട് നെയ്യ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നേരമാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. കുറേ പേര് നെയ്യ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും കൊടുക്കാൻ കഴിയാതെ അവർക്ക് പിന്നീട് ഉണ്ടാക്കുമ്പോൾ തരാം എന്ന് പറഞ്ഞാണ് ഞാനിപ്പം ഇവരുടെ നിന്നെല്ലാം ഓർഡർ സ്വീകരിക്കുന്നത്. മുഴുവൻ അലുത്തിട്ടില്ല കേട്ടോ. ചൂട് കൂടും തോറും ഇതിങ്ങനെ അലുത്തോണ്ടിരിക്കും. പയ്യെ ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഒരു ദിവസം പലചരക്കുകൾ നടത്തുന്ന ഒരു ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചിട്ട് നെയ്യ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കടയിൽ വെച്ച് വിൽക്കാനുള്ള നെയ്യൊന്നും ഇല്ല, ഞാനിത് ലോക്കലായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ, കടയിൽ തരാനുള്ള നെയ്യൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് കടയിൽ വെച്ച് വിൽക്കാനല്ല, എൻ്റെ കൊച്ചിന് നെയ്യ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും എല്ലാ ബ്രാൻഡിലുള്ള നെയ്കളും ആ കടയിലിരിപ്പുണ്ട്. പക്ഷേ ആ ചേച്ചി പറഞ്ഞത് അതൊന്നും എനിക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയല്ല, ഇതാകുമ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല നെയ്യാണല്ലോ, ഇത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. കുറേ 2-3 തവണ ഇപ്പം മേടിച്ചു കേട്ടോ. തീരുന്നതനുസരിച്ച് ഇപ്പം മേടിക്കുന്നുണ്ട് അങ്ങനെ. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോസിലൂടെയൊക്കെ കമൻറ്റ് അയച്ച് വയ്ക്കുന്നുണ്ട്, നെയ്യ് തരാമോ, കൊറിയർ അയക്കാമോ എന്നൊക്കെ. പക്ഷേ കൊറിയർ അയക്കാൻ പറ്റുമോ? ഇത് ഫുഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൊറിയർ അയച്ച് കൊടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ്, കോഴിക്കോട് നിന്ന് അവൾ വന്നപ്പം അവൾ 3 കുപ്പി നെയ്യ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചാൽ തീർന്നപ്പോൾ ഉണ്ടോ എന്നുള്ളത്. അന്നേരം എനിക്ക് കൊടുക്കാനില്ലായിരുന്നു. ഞാനിപ്പോൾ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളോട് നേരത്തെ എല്ലാവരും പറഞ്ഞു വെക്കും, അടുത്ത നെയ്യ് എനിക്ക് തരണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ ഇപ്പം ബുക്കിംഗ് ആയി കിടക്കുന്നവർക്കാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ നെയ്യ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പേ അത് ഓരോരുത്തർക്ക് വേണമെന്നും പറഞ്ഞ് അവർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ 2-3 പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് പാട വെട്ടി പാത്രമെല്ലാം നിറഞ്ഞു കഴിയുമ്പം അതുണ്ടാക്കുന്നത് അതിന് ശേഷം പറഞ്ഞവർക്ക് അങ്ങനെ കൊടുക്കും. അപ്പം നമുക്ക് വീട്ടിൽ നെയ്യ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. പിന്നെ നമ്മളിവിടെ പിള്ളേർക്കുള്ളത് പിള്ളേർക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കും. അവർ ചിലപ്പോൾ ചോദിക്കും നെയ്യ്, ചിലപ്പോൾ അവർക്ക് കൊടുത്താലും വേണ്ട, ചിലപ്പോൾ അവർക്ക് നെയ്യ് ഇല്ലെങ്കിൽ നെയ്യ് വേണമെന്ന് പറയും. അപ്പം മുഴുവൻ കൊടുക്കത്തില്ല, കുറച്ച് അവർക്ക് എടുത്ത് മാറ്റി വയ്ക്കും. ഇതൊരു 1/4 മണിക്കൂർ ഉള്ള ഒരു പരിപാടിയാട്ടോ ഈ നെയ്യ് കാച്ചിയെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാലിൻ്റെ പാടയ്ക്കകത്തുനിന്ന് നെയ്യ് എടുക്കുക എന്ന് പറയുന്നത് അതും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം നീളുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ വെണ്ണ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. നല്ല പണിയാണ്. എന്നാലും നമ്മൾ മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും കാശുണ്ടാക്കാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കുന്നിടത്തുനിന്ന് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾക്കുള്ള കാശാവും. ഞാനെന്ന് വെച്ചാൽ ഇപ്പം പകൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. മറ്റുള്ളവരൊക്കെ കിടന്ന് കുറച്ച് നേരമെങ്കിലും പകൽ കിടക്കും, ഉറങ്ങും. ആ സമയത്തൊന്നും ഞാൻ കിടന്നുറങ്ങുന്നില്ല. പിന്നെന്താ, നമുക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. പശുവുള്ളതുകൊണ്ട് വീട്ടിൽ പോയി ഒന്നും നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും പോയി നിൽക്കത്തില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ ടൂർ പോകുമ്പം നമുക്ക് അസൗകര്യം, നമ്മൾ പോകത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നുണ്ട് ഈ പശു ഉള്ളത് കൊണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊഴിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് നമ്മൾ നന്നായിട്ട് പശുവിനെ നോക്കി വളർത്തിയെടുക്കുവാണെങ്കിൽ. ഞാനിപ്പോൾ തൈര്, പാല്, നെയ്യ് എല്ലാം കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് കൊടുക്കുന്നത് തൈര് തന്നെയാണ്, കുറച്ചേ പാലായിട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 1/4 മണിക്കൂറോളമായി കേട്ടോ നമ്മൾ നെയ്യ് അടുപ്പത്ത് വെച്ചിട്ട്. ഇനിയൊരു 1/2 മണിക്കൂർ കഷ്ടിയും കൂടെ വേണം. അപ്പം നമ്മുടെ നെയ്യുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആ വലിയ പൊട്ടലൊക്കെ മാറി, പൊട്ടലൊക്കെ ചെറിയ പൊട്ടലായിട്ട് മാറിയിട്ടുണ്ട്. തന്നെയല്ല നെയ്യുടെ കളറിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു ബ്രൗൺ നിറത്തിലെ കക്കനുണ്ടാവും. അതിങ്ങനെ പൊങ്ങി വരും മുകളിലോട്ട്. ആ സമയമാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ പാകം. ഇപ്പം ആയിട്ടില്ല, ഒരു കുറച്ചും കൂടി ഉണ്ട്. ഇതിൻ്റെ നടുക്കൊക്കെ വെണ്ണ നെയ്യ് വെളുത്തിരിപ്പുണ്ട്. അതൊരു ചെറിയ ചുവന്ന കളറിലോട്ട് വരണം. നമ്മൾ ഈ സബോളയും ഒക്കെ നമ്മൾ വഴറ്റുമ്പോൾ ഒരു ഗോൾഡൻ കളറിലോട്ട് വരണമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കക്കൻ ഒരു ബ്രൗൺ കളറിലോട്ട് വരും. വേണ്ട, ചെറുതായിട്ട് അങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നിർത്താറായിട്ടുണ്ട്. ഇനി സ്റ്റൗ നോക്കി നിന്നില്ലെങ്കിൽ നമ്മുടെ നെയ്യ് കരിഞ്ഞു പോകും, കറുത്ത കളറായി പോകും. സ്വർണ്ണ കളറിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരുവത്തിൽ നിർത്തിയേക്കണം. ഇപ്പം നിർത്താറായിട്ടുണ്ടേ, സ്റ്റൗ നിർത്താൻ പോവാണേ. അപ്പം നമ്മൾ സ്റ്റൗ നിർത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് ആ ചൂട് കൊണ്ട് തന്നെ അതങ്ങ് മൂത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞ് ഒരിക്കലും എനിക്കിങ്ങനെ സംഭവിച്ച് ഞാൻ നിർത്താൻ ഒരിച്ചിരി വൈകിപ്പോയി. ഇവിടെ നിന്ന് അങ്ങ് മാറിയതേ ഉള്ളൂ. വന്ന് നോക്കുമ്പോൾ കുറച്ച് കറുത്ത് പോയി. എന്നാലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് കൊള്ളായിരുന്നു. നമ്മളത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമ്മളത് ഉപയോഗിച്ചു. ചുവയൊന്നും ഉണ്ടായിരുന്നില്ല, ഇച്ചിരി കളറിനൊരു ചെറിയ വ്യത്യാസം വന്നതേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ അവിടെ ഇരുന്നത് സെറ്റായിക്കോളും.
അപ്പോൾ നമ്മുടെ നെയ്യുടെ പരുവ് ഇതാട്ടോ. ഇതിൻ്റെ പൊട്ടലും പതയെല്ലാം തീർന്നിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ഒന്നും കൂടെ മൂത്തിട്ടുണ്ട്. സൈഡിൽ കൂടെയൊക്കെ കണ്ടില്ലേ ഒരു ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നത്. അത് അവിടെ ഇരുന്ന് തന്നെ ചൂടായതാണ്. നമ്മൾ സ്റ്റൗ നിർത്തിയിട്ട് കുറച്ച് സമയമായി. അവിടെ ഇരുന്ന് തന്നെ അത് സെറ്റാകുന്നതാണ്. ഈ ചൂട് മാത്രം മതി ഇനി അത് നല്ല ഒന്നാന്തരം നെയ്യായിട്ട് നമുക്ക് കിട്ടാൻ. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ചൂടെല്ലാം ആറിക്കഴിയുമ്പം നമുക്ക് കുപ്പിക്കകത്തേക്ക് പകർത്തിയെടുക്കാവുന്നതാണ്. ചൂടോടെ ആരും ഒഴിക്കരുത് കേട്ടോ. ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയെല്ലാം ഉരുകി നാശമായി പോവും. അതുകൊണ്ട് നമ്മൾ ചൂടെല്ലാം പോയി കഴിയുമ്പോഴാണ് കുപ്പിയിലേക്ക് ഒഴിക്കേണ്ടത്. അത് പിന്നെ കാണിക്കാം. അപ്പം നമ്മൾ നെയ്യ് ഒഴിക്കുവാണേ പാത്രത്തിലോട്ട്. ഇപ്പം നമുക്കൊരു 3/4 ലിറ്ററോളം 3/4 ലിറ്ററിൽ കൂടുതൽ നെയ്യ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഇനി ഫ്രിഡ്ജിൻ്റെ അകത്തിരിപ്പുണ്ട്. അതും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പം നമ്മുടെ നെയ്യ് കണ്ടല്ലോ അല്ലേ. നമ്മൾ ശുദ്ധമായിട്ട് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഇതുപോലെ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് പശു ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും പശുവിനെയൊക്കെ വളർത്താൻ പറ്റുന്നവരൊക്കെ പശുവിനെയൊക്കെ വളർത്തുക. അവനവൻ്റെ ആവശ്യത്തിനെങ്കിലും സ്വന്തമായിട്ട് ഇതുപോലെ നെയ്യ്, തൈര്, പാല് എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും എല്ലാം കൊടുക്കുക. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.